ഹായ് ഹലോ വെൽക്കം ടു അഗെയിൻ ജോഗ്രഫി സെഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മളിതിൻ്റെ പാർട്ട് 2ലേക്ക് കയറാൻ പോകണം. ഏതാണ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം. സോ കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ്സിലും കുറച്ച് എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു. നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോണേ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒരു ചോദ്യം നോക്കൂ. ക്ലാസിഫൈ ദ കൺട്രീസ് ഓൺ ദ ബേസ് ഓഫ് ദ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ബേസിൽ, ആ ഇൻഡെക്സ് അറിയാലോ, 3 കാറ്റഗറി ആയിട്ട് തിരിച്ചാണ്. അതിൻ്റെ ബേസിലുള്ള കൺട്രീസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് നിങ്ങൾ ആ ഒരു പട്ടിക, ഈ ഒരു ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. ആ ഒരു ഹൈ, മീഡിയം, ലോ, ആ ഒരു ഉയർന്ന, വളരെ ഉയർന്ന, ഇടത്തരം, താഴ്ന്നവ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. അതിൽ 2-3 മാർക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നെയിം ദ അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ അപ്രോച്ച് അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഫസർ അമർത്യ സെൻ. പല അപ്രോച്ചസ് ഉണ്ടല്ലോ, ആ അപ്രോച്ചസിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഇതിൽ പ്രൊഫസർ അമർത്യ സെന്നിന്റെ, നമ്മൾ ഇന്ത്യക്കാരല്ലേ, പ്രൊഫസർ അമർത്യ സെന്നിന്റെ അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് 4 നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കണം, നന്നായിട്ട് നിർബന്ധമായിട്ട് പഠിക്കണം. ദ ഇൻകം അപ്രോച്ച്, വെൽഫെയർ അപ്രോച്ച്, മിനിമം നീഡ്സ് അപ്രോച്ച്, കാപ്പബിലിറ്റീസ് അപ്രോച്ച്. ഇതിൽ ഏതാണ് പ്രൊഫസർ അമർത്യ സെന്നുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? അല്ലേ, ഈസി അല്ലേ? അത് കാപ്പബിലിറ്റി അപ്രോച്ച് മാത്രമാണ് പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ബാക്കിയൊന്നും പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. ഏതൊക്കെയാണ്? വരുമാന സമീപനം, ക്ഷേമ സമീപനം, അടിസ്ഥാന ആവശ്യ സമീപനം, ബേസിക് നീഡ്സ് കേട്ടോ, കാര്യശേഷി സമീപനം. ഇത് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്, ഓരോന്നിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ പറ്റിയിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ദെൻ നോക്കൂ, ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ആണ് പോട്ടെ. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോർപ്പറേറ്റ് ഫാമിംഗ് ആൻഡ് ഓർഗനൈസ്ഡ് ഫാമിംഗ്. കോർപ്പറേറ്റ് ഫാമിംഗ്, ഓർഗനൈസ്ഡ് ഫാമിംഗ് തമ്മിലുള്ള വ്യത്യാസം എഴുതുക. ഇങ്ങനെ 2-3 ഐറ്റം ഫാമിംഗ് ടൈപ്സ് ഉണ്ടല്ലോ, ആ ടൈപ്സ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞേക്കാം. സോ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ആ രൂപത്തിൽ ഒരു എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. സോ സഹകരണ കൃഷി, സംഘടിത കൃഷി എന്താണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. സോ ഒരു കൂട്ടം കർഷകർ ഒത്തുചേർന്ന് ഒരു സഹകരണ കൃഷി നടത്തുക, അവരുടെ ടൂൾസ്, അവരുടെ കഴിവുകൾ, സ്കില്ലെല്ലാം ഉപയോഗപ്പെടുത്തി എന്ത് ചെയ്യുക, അവരുടെ കൃഷി നടത്തുക എന്നുള്ള രൂപമാണ് എന്ന് പറയുന്നത് സഹകരണ കൃഷി, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു രൂപമാണ്, പിന്നെ പല രാജ്യങ്ങളുടെയും, ഡെൻമാർക്ക്, നെതർലാൻഡ്, ബെൽജിയം, സ്വീഡൻ, ഇറ്റലി ഇവിടങ്ങളിലൊക്കെ വിജയകരമായ ഒരു വ്യവസ്ഥയായിരുന്നു ഇത്. സോ ഇതിനെപ്പറ്റി പറയുന്നത് പോലെ തന്നെയാണ് കൂട്ടുകൃഷിയും നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. കൂട്ടുകൃഷി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഓണർ ഉണ്ടാവും, അദ്ദേഹം ഒരു കാർഷിക മുതലാളി, അദ്ദേഹം എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നു. അതായത് കൃഷിക്ക് വേണ്ട ടൂൾസ്, കൃഷിക്ക് വേണ്ട ഉപകരണങ്ങൾ, അതേപോലെ തന്നെ കർഷകർ, തൊഴിലാളികൾ, മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ, എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ഒരു ബിസിനസ് കൃഷി ചെയ്യുന്നു. ദെൻ ഇവർക്ക് എല്ലാവർക്കും കൂലി കൊടുക്കുന്നു എന്നുള്ള സിസ്റ്റമാണ് ഇത് കളക്റ്റീവ് ഫാമിംഗ് എന്ന് പറയുന്നത്. കോൽഗോസ് ഉണ്ടാവും. Kolgos model farming was introduced in the Soviet Union. The aim was to remove the inefficient methods to agricultural production. Agricultural methodsലെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള പല പ്രോസസ്സുകളെയും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നതാണ് കോൽഗോസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. ഓക്കെ, കോൽഗോസ് മാതൃക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓർത്ത് വെക്കുക. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കളക്റ്റീവ് ഫാമിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, യെസ്. ദെൻ മറ്റൊരു ചോദ്യം നോക്കൂ. ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ വെച്ചതെന്ന് വെച്ചാൽ, ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ബേസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ട്, ഇൻഡസ്ട്രിയൽ ലൊക്കേഷനെ ബേസ് ചെയ്തുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സ് നമ്മൾ നിർബന്ധമായിട്ടും ഓർത്ത് വെച്ച് പഠിച്ചിട്ട് വേണം പരീക്ഷയിൽ പോകാൻ. അതിൽ പെട്ട കുറച്ചെണ്ണം ഒരു ചോദ്യം മാത്രമാണ് ഇത്. ആ ഒരു ഫാക്ടേഴ്സ് ഒരുപാടെണ്ണമുണ്ടല്ലോ, അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, റൈറ്റ് ഡൗൺ ദ എക്സാമ്പിൾസ് ഫോർ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിൻ്റെ ബേസിലുള്ള ഇൻഡസ്ട്രീസ്, പലതരം ഇൻഡസ്ട്രീസ് ഉണ്ടല്ലോ, പല കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ റോ മെറ്റീരിയൽസിൻ്റെ ബേസിലുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസംസ്കൃത വസ്തുക്കളുടെ ബേസിൽ നമുക്ക് അഗ്രോ ബേസ്ഡ്, മിനറൽ ബേസ്ഡ്, കെമിക്കൽ ബേസ്ഡ്, ഫോറസ്റ്റ് ബേസ്ഡ്, ആനിമൽ ബേസ്ഡ് ഉണ്ടോ. ഇത്രയും റോ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് കാർഷികാധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ ഉണ്ടാക്കാം, ധാതു അധിഷ്ഠിതമായിട്ടുള്ളത്, രാസാധിഷ്ഠിതമായിട്ടുള്ളത്, വനാധിഷ്ഠിതം വെച്ചാൽ എന്താണ്, ഫോറസ്റ്റിൽ നിന്ന് എന്താ നമുക്ക് കിട്ടുക, മെയിൻലി നമുക്ക് വുഡ് കിട്ടും അല്ലേ. ആ വുഡ് വെച്ചിട്ടല്ലേ നമ്മൾ ഫർണിച്ചർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സോ അതൊരു ബിസിനസ്സാണ്, അതൊരു ഇൻഡസ്ട്രിയാണ്. സോ അത് ഒരു ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രിയാണ്. ഇനി ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, പിന്നെ ആയുർവേദ മരുന്നുകൾ, പച്ചമരുന്നുകൾ, ഇങ്ങനെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ അത് ഫോറസ്റ്റ് ബേസ്ഡ് ആണ് അല്ലേ. അതുപോലെ ഹണി, തേന്, അതേപോലെ പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇങ്ങനെ സാധനങ്ങൾ, വിറക്, ഇങ്ങനെ സാധനങ്ങൾ കിട്ടൂലേ. ഇതെല്ലാം എന്താണ്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഫോറസ്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി അത് ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാതറിങ്ങിലാണ് വിടുക, അതിലാണ് വിടുക, പ്രൈമറി സെക്ടറിലാണ് വിടുക. ഓക്കെ, അത് സെക്കൻഡറി ആണ്. ദെൻ മൃഗാധിഷ്ഠിതം, മൃഗങ്ങളെ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക,
മൃഗങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുക? അപ്പോൾ ചെമ്മരിയാണ് നമ്മൾ ഉപയോഗിക്കുക, പാലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പ്ലസ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ രോമം എടുത്ത് കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ജാക്കറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ജീവികളുടെ തൊലിയിൽ നിന്നാണ് ലെതർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു, ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതൊക്കെ വ്യവസായങ്ങൾ തന്നെയാണ്. അത് മൃഗാധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉദാഹരണവുമാണ്. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ക്ലാസിഫൈ ആൻഡ് പ്രിപ്പയർ നോട്ട്സ് ഓൺ ഇൻഡസ്ട്രീസ് ബേസ്ഡ് ഓൺ ദ ഓണർഷിപ്പ്. ഓണർഷിപ്പിന്റെ ബേസിൽ പല രൂപത്തിലുള്ള ഓണർഷിപ്പുകളുണ്ട്, നമ്മൾ പഠിച്ചാണല്ലോ അല്ലേ. ആ ഓണർഷിപ്പുകളുടെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് നമുക്ക് എന്താ, നമുക്ക് മനസ്സിലാവും ഏതാണ്, ഫുള്ളായിട്ട് ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് മാനേജിങ്ങും എല്ലാവരും ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ദെൻ രണ്ടാമത് പ്രൈവറ്റ് സെക്ടറാണ്. മൂന്നാമത് ജോയിന്റ് സെക്ടറാണ്. എന്താണ് ജോയിന്റ് സെക്ടർ എന്ന് പറയുന്നത്? ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് ജോയിന്റ് സെക്ടർ എന്ന്. എന്താണ് ജോയിന്റ് സെക്ടർ? ജോയിന്റ് സെക്ടറിൽ ഈ പ്രൈവറ്റും പബ്ലിക്കും രണ്ട് ടീമും കൂടെ ചേർന്നൊരു സംരംഭം നടത്തുകയാണെങ്കിൽ അതാണ് സംയുക്ത മേഖല അഥവാ ജോയിന്റ് സെക്ടർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് മാത്രമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പൊതുമേഖലാ വ്യവസായമാണ്. സ്വകാര്യ മേഖലാ വ്യവസായങ്ങൾ സ്വകാര്യ വ്യക്തികളായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്വകാര്യ മേഖലാ വ്യവസായങ്ങളാണ്. ദെൻ ആ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് സഹകരിച്ചുകൊണ്ടൊരു പ്രസ്ഥാനം നടത്തുന്നുണ്ടെങ്കിൽ അതാണ് ജോയിന്റ്. ഓക്കെ, യെസ്, ദെൻ യെസ്, ജോയിന്റ് സെക്ടർ. ഓക്കെ, ദെൻ എന്താണ് ക്യൂനറി പ്രവർത്തനങ്ങൾ, ക്യൂനറി ആക്ടിവിറ്റീസ്, പഞ്ചമ പ്രവർത്തനങ്ങൾ അഥവാ ക്യൂനറി ആക്ടിവിറ്റീസ് അല്ലേ. ഉയർന്ന തലത്തിലുള്ള ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനമെടുക്കുന്നവർ, പോളിസി മേക്ക് ചെയ്യുന്ന ആളുകൾ, ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആളുകൾ, അങ്ങനത്തെ തരം ജോലികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യൂനറി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള വർക്കുകൾ ഇതിൽ വരും. പക്ഷേ ഇതിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള പൊസിഷൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. നോക്കൂ, ഗോൾഡ് കോളർ വർക്കർമാർ എന്ന് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രൊഫഷണൽസിന് നമ്മൾ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ്, മുതിർന്ന തരത്തിലുള്ള ബിസിനസ് സിഇഒമാരൊക്കെ ഇല്ലേ, അവര്, അതേപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, റിസർച്ച് ചെയ്യുന്ന ഗവേഷകരായിട്ടുള്ള ആളുകൾ, പിന്നെ സാമ്പത്തിക എക്കണോമിക് പണ്ഡിറ്റ്മാർ, അതേപോലെ തന്നെ നിയമ ഉപദേഷ്ടാക്കൾ, ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ഉയർന്ന തലത്തിൽ തീരുമാനമെടുക്കുന്ന പൊസിഷനിലിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഗോൾഡ് കോളർ വർക്കേഴ്സ് അല്ലെങ്കിൽ ക്യൂനറി വർക്കേഴ്സ് എന്ന് പറയുന്നത്. നോക്കും, ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പഠിച്ചു വെക്കേണ്ടത്. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ ആണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം, അത് ഓർത്ത് വെക്കണം. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ എന്താണ്? ഭൂഖണ്ഡാന്തര റെയിൽ പാത എന്നുള്ളത്. ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേയിലെ പല എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല പല ഭൂഖണ്ഡങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ് ട്രാൻസ് കോണ്ടിനെന്റൽ റെയിൽവേ. അതിൽ പെട്ടെന്ന് ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ മെൻഷൻ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് മെത്തേഡിലെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് മെത്തേഡാണ് ജലഗതാഗതം. അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? മേന്മകൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, അതുപോലെ മേന്മകൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ മേന്മകൾ ലിസ്റ്റ് ചെയ്ത് എഴുതുകയും കൂടെ ചെയ്യാം. ഓക്കെ, ദെൻ ബൈലാറ്ററൽ ട്രേഡും മൾട്ടിലാറ്ററൽ ട്രേഡും കണ്ടല്ലോ. ബൈലാറ്ററൽ ട്രേഡും മൾട്ടിലാറ്ററൽ ട്രേഡും, ഉഭയകക്ഷി വ്യാപാരവും ബഹുകക്ഷി വ്യാപാരവും എന്താണ് എന്ന്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണല്ലോ. മൾട്ടി എന്ന് പറഞ്ഞാൽ രണ്ടിലധികം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ടേമിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ബൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ടു കൺട്രീസ് എൻ്റർ ഇൻ ടു ആൻ അഗ്രിമെൻറ്റ്, ഒരു രണ്ട് കൺട്രീസ് അഗ്രിമെൻറ്റിൽ വന്നിട്ട് ഒരു എന്തെങ്കിലും ഒരു വ്യാപാരം ചെയ്യുകയാണെങ്കിൽ അത് ഉഭയകക്ഷി വ്യാപാരം എന്ന് പറയാം. അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ അഥവാ ബഹുമുഖ വ്യാപാരം എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും, മെനി കൺട്രീസ്, ഇവിടെ രണ്ടാവില്ല, പല രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ചെയ്യുന്ന കരാറുകളായിരിക്കും എന്ത് ചെയ്യുന്നത്, അങ്ങനെ മൾട്ടിലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. ഈ മൾട്ടിലാറ്ററൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്, ഗവൺമെൻറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ കച്ചവടം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10 രാജ്യങ്ങൾ കച്ചവടമായിട്ട് ചെയ്യുന്നുണ്ട്, അവരായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 10 രാജ്യം അവരുടെ ഫേവറേറ്റ് ആയിക്കോളണമെന്നില്ല. അതിലേതെങ്കിലും 1-2 രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൺട്രികളെ അവർ വിളിക്കുന്നത് MFN എന്നാണ്. MFN, മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ അല്ലെങ്കിൽ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക കേട്ടോ. മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ എല്ലാ രാജ്യവും ഉണ്ടാവില്ല, 1-2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2-3 രാജ്യങ്ങൾ എത്ര ഉണ്ടാവുള്ളൂ. ഓക്കെ, ബാക്കിയൊന്നും ഒന്നും ഫേവറേറ്റ് ആവാൻ പാടില്ലല്ലോ. യെസ്, അപ്പം അങ്ങനെ. ഓക്കെ, യെസ്, പിന്നെ കുറച്ച് ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ട്. പാക്കറ്റ് സ്റ്റേഷൻ, പോസിറ്റീവ് ബാലൻസ് ട്രേഡ്, ഫ്രീ ട്രേഡ് എന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് ബാലൻസ് ഓഫ് ട്രേഡ് എന്താണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. ബാലൻസ് ഓഫ് ട്രേഡിനെ പറ്റിയിട്ടും ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ ഫ്രീ ട്രേഡ് ഇതൊക്കെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലുള്ളതാണ്. സോ ഇത്രയും ചോദ്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിക്കാം. ദെൻ
ലൈവിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് അവിടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് വൺ വേർഡൊക്കെ ഡിസ്കസ് ചെയ്യണം, മാപ്പ് ഡിസ്കസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ മാപ്പിന്റെ വീഡിയോ സെപ്പറേറ്റ് വേറെ വരുന്നുണ്ട്. സോ ലൈവ് ഒരിക്കലും മിസ്സാക്കരുത്. ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, നമുക്ക് പോയിട്ട് തകർക്കാനുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ ലൈവ് ഷോ ആൻഡ് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. സോ ഒരു സൂപ്പർ എക്സാം വീണ്ടും ആശംസിക്കുന്നു. ദിസ് മാസിൻ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.